പി കെ ഫിറോസ്, ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ UAE ആസ്ഥാനം എവിടെയാണ്? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു വെർച്വൽ ഓഫീസാണ് എന്നാണ്. അതിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 3 ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതിലൊരു ഉദ്യോഗസ്ഥരാണ് താങ്കളുള്ളത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം നമ്മുടെ നാട്ടിൽ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിവിടെ IT വകുപ്പിന് മുന്നിൽ നിങ്ങൾ കാണിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് കൂടിയാണ്. ഇതൊരു ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഈ കമ്പനിക്ക് സ്വാഭാവികമായും അവിടെ ഒരു വെയർ ഹൗസ് വേണം. ദുബായിൽ എവിടെയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ വെയർ ഹൗസ് ഉള്ളത്? അവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏതൊക്കെ റെസ്റ്റോറന്റുകളിൽ, ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലാണ് എന്നുള്ളതിന്റെ വിശദമായ വിവരം അങ്ങേക്ക് ഇന്ന് വളരെ ലളിതമായി ഈ പത്രപ്രവർത്തകർക്ക് മുന്നിൽ വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചോദ്യമായിരുന്നു, അങ്ങ് അവിടെ ചെയ്യുന്ന ബിസിനസ് അത് റിവേഴ്സ് ഹവാലയാണ് എന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു KT ജലീൽ. അങ്ങനെ മറുപടി പറയുന്നത് തെളിവുകൾ സഹിതം വന്ന് അങ്ങ് മറുപടി പറയണം. അതിലെ തെളിവുകൾ എന്താണ്? തെളിവുകൾ നമ്പർ 1, ഇതാ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ഏറെ കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി ഫുഡ് എക്സ്പോർട്ടാണ് ചെയ്യുന്നത്, ഇതടക്കമുള്ള മറ്റ് കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കമ്പനി ഇപ്പോൾ ദുബായിൽ ഈ ആസ്ഥാനത്താണുള്ളത്. ശരി, വെർച്വൽ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു മേൽവിലാസം മാത്രമേ ഉള്ളൂ. അവിടെ മേൽവിലാസം മാത്രമുള്ള ഒരു വെർച്വൽ കമ്പനിയാണ്. നിയമപരമായ വെർച്വൽ കമ്പനി ശരിയാണ്. പക്ഷേ ആ വെർച്വൽ കമ്പനിക്ക് അവിടെ വെയർ ഹൗസോ മറ്റെന്തെങ്കിലും ആസ്ഥാനമോ ഉള്ളതായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. പി കെ ഫിറോസ് അതങ്ങ് വ്യക്തമാക്കുക എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇങ്ങനൊരു സ്ഥാപനം ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ എന്ന് നേരത്തെ ജിമ്മി പറഞ്ഞതോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു. ഈ കമ്പനിയിൽ ആകെ 3 ജീവനക്കാരുടെ വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഒന്ന്, ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായ ഫിറോസ് പാലുള്ളക്കണ്ടിയിൽ മാമു എന്ന നമ്മളുടെ പി കെ ഫിറോസ്. 2, ഓഫീസ് മാനേജറായി പ്രവർത്തിക്കുന്ന റയീസ് മുന്തോട്ട് തറമ്മിൽ അബ്ദുൾ റഹ്മാൻ. 3-മത്തെയാൾ പർച്ചേസിംഗ് മാനേജർ അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കിടി. പർച്ചേസിംഗ് മാനേജർ, ഓഫീസ് മാനേജർ, സെയിൽസ് മാനേജർ. 3 മാനേജർ മാത്രമുള്ള ഒരു കമ്പനി. ഇതെങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കുക? അവിടെ ആ സാധനത്തെ കുറിച്ച്, അവിടെ എത്തുന്ന സാധനം അവിടെ ഇറക്കി വെക്കാനും അത് കയറ്റി അയക്കാനും അതിന്റെ ബില്ല് അടിക്കാനും ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അവിടെ ഉണ്ടാവണ്ടേ, ഒരു സിസ്റ്റം ഓപ്പറേറ്റർ അവിടെ ഉണ്ടാവണ്ടേ, ഒരു ക്ലർക്ക് അവിടെ ഉണ്ടാവണ്ടേ? ഇതൊന്നും വേണ്ട. ഒരു MD വേണ്ടേ ആ സ്ഥാപനത്തിന്? ആരാണ് ഈ സ്ഥാപനത്തിന്റെ MD? ഒരു വിവരവും നമുക്ക് ഇതുവരെ ലഭ്യമല്ല. നിലവിൽ ആകെ 3 മാനേജർമാർ മാത്രം. 1 സെയിൽസ് മാനേജർ, 1 പർച്ചേസ് മാനേജർ, 3 ഓഫീസ് മാനേജർ. ഈ 3 മാനേജർമാരുള്ള ഒരുപക്ഷെ ലോകത്തിലെ അപൂർവം കമ്പനികളിൽ ഒന്നായിരിക്കും ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ്. ഇവിടെ വ്യക്തത വരുത്താൻ പി കെ ഫിറോസ് അങ്ങേക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം, ഈ കമ്പനി ഒരു വെർച്വൽ ഓഫീസ് ആണെങ്കിൽ ഈ കമ്പനിയുടെ മറ്റേതെങ്കിലും ഒരു ആസ്ഥാനമോ വെയർ ഹൗസോ ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ MD ആരാണ്? ഈ 3 പേർ കൂടാതെ മറ്റേതെങ്കിലും ആളുകൾ അവിടെ ഉണ്ടോ? ആ കാര്യം പി കെ ഫിറോസ് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ സംശയത്തിന് മുകളിലാണ് അങ്ങ് നിൽക്കുക. ഇതൊരു കടലാസ് കമ്പനിയാണ് എന്ന ആക്ഷേപം നിൽക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2, താങ്കൾ നേരത്തെ ജിമ്മി പറഞ്ഞതിന്റെ തുടർച്ചയാണ്. 2024 ഒരു വിസ കാലാവധി അവസാനിച്ചു. നമ്മുടെ അന്വേഷണത്തിൽ 2022-24 ഇയാൾക്കൊരു ജോബ് വിസ ഉണ്ടായിരുന്നു പി കെ ഫിറോസിന്. ശരിയാണ്. 2018 മുതൽ 2020 ഡിസംബർ വരെയും ഒരു ജോബ് വിസ കാർഡ് ഉണ്ടായിരുന്നു. ആ വിസ കാർഡിലും ഈ ഫോർച്യൂൺ കമ്പനിയിൽ ഇയാൾ പണിയെടുത്തിരുന്നു. അന്നത്തെ ശമ്പളത്തിലും കാണിച്ചിരുന്നത് 20,000 രൂപ ശമ്പളവും 2,000 UAE ദിർഹം ട്രാവൽ അലവൻസുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 22,000 UAE. ആ നമുക്ക് ഡോക്യുമെന്റ്സിൽ കാണാം, എംപ്ലോയി ഡീറ്റെയിൽസിൽ കാണാം, 22,000 UAE ദിർഹം. ദുബായിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എത്ര തുക കൂട്ടിവെക്കുന്നു അത്രയും തുകയുടെ കൃത്യമായിട്ടുള്ള പണം നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം. അതിനനുസരിച്ചുള്ള രേഖകൾ അവിടെ കാണിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ വേറെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് പറ്റിക്കാൻ സാധ്യമല്ല. അവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ശരി, അത് അങ്ങയുടെ സ്വകാര്യമായ ഒരു കാര്യമാണ്. അങ്ങേക്ക് 22,000 UAE ദിർഹം കിട്ടിയിട്ടുണ്ടോ? അങ്ങയും അങ്ങയുടെ കമ്പനി ഉടമയും തമ്മിലുള്ള, ഉടമ ആരാണ് എന്നത് വ്യക്തമല്ല. ഇപ്പോഴും ഓഫീസ് മാനേജർ മാത്രമേ ഉള്ളൂ, പർച്ചേസിംഗ് മാനേജർ മാത്രമേ ഉള്ളൂ, സെയിൽസ് മാനേജർ മാത്രമേ ഉള്ളൂ. ഉടമ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ്. ഇല്ലാത്തൊരു ഉടമയും അങ്ങയും തമ്മിലുള്ള ഒരു കരാറാണ്. ആ 5 കോടി രൂപ ഇന്ത്യൻ കറൻസിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ 2 വർഷം താങ്കൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 വർഷം കൊണ്ട് 1,20 ലക്ഷം രൂപ അങ്ങേക്ക് ഇവിടെ വരുമാനം കിട്ടണം. എല്ലാ ചെലവും കഴിഞ്ഞ്, യാത്രയുടെ ചെലവും കഴിഞ്ഞ് ചുരുങ്ങിയത് 60 ലക്ഷം രൂപ അങ്ങേക്ക് ലാഭം ഉണ്ടാവണമല്ലോ 2 വർഷം കഴിഞ്ഞിട്ട്. പക്ഷേ അങ്ങ് 2021 ഈ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് 47 ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നാണ്. 47 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ബ്ലൂ ഫിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി അങ്ങ് നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ KT ജില്ലയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഫിൻ എന്ന് പറയുന്ന ഒരു വില്ല പ്രൊജക്ട് കൂടി നടത്തിയിട്ടുണ്ട്. ആ വില്ല പ്രൊജക്ടിന് ലക്ഷങ്ങൾ വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി? ഇതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? ആ സോഴ്സ് അങ്ങ് വ്യക്തമാക്കിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നേതാക്കൾ കച്ചവടം ചെയ്യുന്നത് സുതാര്യമായി വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ദുരൂഹമായ ഒരു കച്ചവടത്തിൽ ഏർപ്പെടുകയും നിങ്ങളുടെ വരുമാനം ദുരൂഹമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സംശയമുണ്ടാവും, ചോദ്യമുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങൾ 2018-2020 മിസ്റ്റർ പി കെ ഫിറോസ് ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയിൽ ഇതേ ജോലിയിൽ തന്നെ സെയിൽസ് മാനേജറായി നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വരുമാനം അത് നിങ്ങൾ ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളിൽ എംപ്ലോയ്മെന്റ് വിസയിൽ പോകുന്ന ഒരാൾക്ക് അയാളുടെ വരുമാനം NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും പി കെ ഫിറോസിന് NRI സ്റ്റാറ്റസ് കിട്ടില്ല. കാരണം ആ സമയം മുഴുവൻ അദ്ദേഹം ഇവിടെ കേരളത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു. 182 ദിവസമോ മറ്റോ വേണം അവിടെ സ്ഥിരം, എങ്കിൽ മാത്രമേ NRI സ്റ്റാറ്റസ് കിട്ടുക പോലുമുള്ളൂ. അത് അദ്ദേഹത്തിന് സാധ്യവുമല്ല. അപ്പൊ NRI സ്റ്റാറ്റസ് ഇല്ലാത്ത പി കെ ഫിറോസ് 2018, 2019, 2020 വർഷങ്ങളിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഇൻകം ടാക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 2021 സത്യവാങ്മൂലത്തിൽ ആ വരുമാനം കേവലം 4 ലക്ഷമായി മാറിയത്? എങ്ങനെ 4 ലക്ഷമായി മാറി? അതിനുള്ള ഉത്തരം വേണം.
2021 മാത്രമാണ് ജോബ് വിസ ഇല്ലാതിരുന്നത്. വളരെ കൃത്യമാണ്. കാരണം എന്താ? സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വിദേശത്തുള്ള ഈ ജോലിയെക്കുറിച്ച് പുറം ലോകം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്താ? സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ 2019, 2020 കാലഘട്ടങ്ങളിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗിലെ സെയിൽസ് മാനേജർ ആയിരിക്കുകയും എന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു വിവരവും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ്. സത്യവാങ്മൂലത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഒരു വിവരവും അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയെ ചുറ്റിപ്പറ്റിയുള്ള രണ്ട് ചോദ്യങ്ങൾ: എവിടെ വെയർ ഹൗസ്, എവിടെ ആസ്ഥാനം? നമ്പർ 2, ഈ കമ്പനിയുടെ MD ആര്? ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വരുമാനം IT-യിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? IT-യിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യവാങ്മൂലത്തിൽ നിന്ന് എന്തുകൊണ്ട് താങ്കൾ മറച്ചുവെച്ചു? ഇതിനുള്ള കൃത്യമായ ഉത്തരം വേണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ME-യുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ME-യുമായി ബന്ധപ്പെട്ട് രണ്ട് ME ഷോപ്പുകളിലാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ണർഷിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സ്വാഭാവികമായി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ് വന്നത്? 4 ലക്ഷം രൂപ മാത്രമേ വരുമാനമുള്ളൂ. 47 ലക്ഷം രൂപയുടെ ബാധ്യത 2021 സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്ന PK ഫിറോസിന് ME ഫ്രൈഡ് ചിക്കൻ, ബേക്ക് ഹൗസ് ME ഫ്രൈഡ് ചിക്കൻ എന്ന സ്ഥാപനം തുടങ്ങാനുള്ള വരുമാനം ഏത് സോഴ്സിൽ നിന്ന് കിട്ടി? അത് കാണിക്കണം. മാത്രവുമല്ല, ഈ ME ഫ്രൈഡ് ചിക്കനിലുള്ള അബ്ദുൽ കബീറിന്റെ പേര് ഞാൻ കണ്ടു. ഈ അബ്ദുൽ കബീർ എന്ന് പറയുന്ന ആളാണ് ME ഫ്രൈഡ് ചിക്കന്റെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കേസിന് പോയിരിക്കുന്നയാൾ. ഒപ്പം അഷറഫ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ണറെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ ആരൊക്കെയാണ് ഈ ME ഫ്രൈഡ് ചിക്കനിലുള്ളത്? എന്തുകൊണ്ടാണ് ഇന്നേ വരെ താങ്കൾ അത് പുറത്ത് പറയാതിരുന്നത്? താങ്കൾക്ക് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എടുത്ത് പരിശോധിച്ചു. ഞാനും എന്റെ സുഹൃത്തായ അഷറഫും കൂടി തുടങ്ങുന്ന ME ഫ്രൈഡ് ചിക്കൻ എന്ന ബേക്ക് ഹൗസിന്റെ ഉദ്ഘാടനമാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതായിക്കോട്ടെ, ഇത് നോക്കട്ടെ. നിങ്ങൾ എങ്ങനെ ഒരു മിനിമം സോഷ്യൽ മീഡിയ, നിങ്ങളൊരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിന്റെ പാർട്ണർഷിപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമാവുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയല്ലേ അത് പറയുക? അതെന്തുകൊണ്ടാണ് അങ്ങ് മറച്ചു വെച്ചത്? അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 4ാമത്തെ ചോദ്യം ധോത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അത് കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ്. അത് 2,72,000 ധോത്തികളാണ് ഈ ധോത്തി ചലഞ്ചിലൂടെ വാങ്ങിയത്. ഒരു ധോത്തിക്ക് നേരത്തെ പറഞ്ഞതുപോലെ 600 രൂപ 700 രൂപ എന്ന മട്ടിലാണ് വാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയായാൽ 16,32,00,000 രൂപ ചെലവഴിച്ചു എന്നതാണ് കണക്ക്. അതിൽ 8 കോടി രൂപയുടെ കണക്കിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗിൽ തന്നെയുള്ള ചില നേതാക്കളുടെ സംസാരം. അതിലും അങ്ങ് വ്യക്തത വരുത്തണം. 200 രൂപയുടെ ധോത്തി 600 രൂപയായി കാണിച്ച് 2,72,000 രൂപയുടെ ധോത്തി ചലഞ്ച് അങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നിൽക്കുന്ന സാഹചര്യത്തിൽ PK ഫിറോസിന് ധൈര്യപൂർവ്വം വന്ന് നമ്മളുടെയൊക്കെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാം, ഇതാ GST ബിൽ 2,72,000 ധോത്തി രാംരാജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ ആ രാംരാജിൽ നിന്ന് വാങ്ങിയതിന്റെ കണക്ക് ഞാൻ വെക്കുന്നു. 16,32,00,000 കണക്ക് നമ്മുടെ മുന്നിൽ സംസാരിക്കണം. ആരെയും നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. ഞാനിപ്പോഴും PK ഫിറോസിനെ അവിശ്വസിക്കുന്നില്ല. PK ഫിറോസ് ഏതെങ്കിലും തരത്തിൽ ഉന്നാവ കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് മുക്കൽ നടന്നിട്ടുണ്ടെന്ന് കോടതി തെളിയിക്കപ്പെടുന്നതുവരെ ഞാൻ വിശ്വസിക്കുന്നതേയില്ല. ആരോപണമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ 4 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങേക്ക് ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റിന് തുടങ്ങിയ സാമ്പത്തിക ശേഷി എവിടെ നിന്ന് കിട്ടി? അങ്ങയുടെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗിൽ നിന്ന് ലഭിച്ച വരുമാനം IT-യിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? IT-യിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ റിഫ്ലക്ട് ചെയ്യാതെ പോയി? IT-യിൽ റിഫ്ലക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ NRI സ്റ്റാറ്റസ് വേണം. താങ്കൾക്ക് NRI സ്റ്റാറ്റസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ വരുമാനം എന്തുകൊണ്ട് താങ്കൾ മറച്ചു വെച്ചു? നമ്പർ 3, ME ഫ്രൈഡ് ചിക്കനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെന്നുള്ള വിവരം താങ്കൾ ഇതിന് മറച്ചു വെച്ചു. താങ്കളും അബ്ദുൽ കബീറുമായുള്ള ബന്ധം എന്താണ്? താങ്കളുടെ ബിരാമിയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനും വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് PK ഫിറോസ് മറുപടി പറയുകയാണ് വേണ്ടത്. PK ഫിറോസ് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊരു പക്ഷേ വിസയുടെ സ്റ്റാറ്റസിന് വേണ്ടി ഈ പൈസ കൂട്ടിവെച്ചതാകാം എന്നൊരു ന്യായീകരണം മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ന്യായീകരണം. കാരണം ഒരു മാനേജർ ലെവലിലുള്ള ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ച് ഉയർന്ന തുക വെക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ ചാനലിൽ UAE-യിലെ ബിസിനസ് നിയന്ത്രിക്കുന്ന അവിടുത്തെ മാനേജർക്ക് പോലും 10,000 UAE ദിർഹത്തിൽ താഴെ മാത്രമേ വരുമാനമുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ആ സാഹചര്യത്തിലാണ് അവിടെ പർച്ചേസിംഗ് മാനേജറായിട്ടും സെയിൽസ് മാനേജറായിട്ടും ഒക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് 22,000 UAE ദിർഹം ട്രാവൽ അലവൻസ് അടക്കം ശമ്പളം ലഭിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിലും വിചിത്രമായി തോന്നിയത് അതൊരു പാർട്ട് ടൈം ജോബാണെന്ന് പറഞ്ഞതിലാണ്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഈ വിസ കാർഡിൽ കിടക്കുന്നത് അവിടെ ഫുൾ ജോബ് വിസയാണ് കിടക്കുന്നത്. ഫുൾ ജോബ് വിസയാണ് എംപ്ലോയ്മെന്റ് കാർഡിലുള്ളത്. പാർട്ട് ടൈം ആണെന്ന് പറയുന്നു. പാർട്ട് ടൈം ജോലിക്ക് 22,000 UAE ദിർഹം എന്ന് പറഞ്ഞാൽ അമ്പടാ എന്നേ പറയാനുള്ളൂ.